ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ്. അമ്മമാർക്കും ചേച്ചിമാർക്കും വലിയമ്മമാർക്കൊക്കെ സുഖമല്ലേ? മക്കൾക്കൊക്കെ സുഖമല്ലേ? ഇപ്പം മഴ കുറവുണ്ടല്ലേ? ഇന്നലെ ഇന്നുമായിട്ട് ലേശം കുറവൊക്കെ ഉണ്ട്. നാളെ വാവൊക്കെയല്ലേ, അതുകൊണ്ടായിരിക്കുമല്ലേ. അപ്പം ഞാൻ ഓർത്തു എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത്. ഇടയ്ക്കിടയ്ക്ക് വരണമല്ലോ, എൻ്റെ കൂട്ടുകാരെ മറക്കാൻ പാടില്ലല്ലോ. എൻ്റെ കൂട്ടുകാരല്ലേ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഇത് വരുള്ളൂ. അപ്പം ഞാൻ കടല അടുപ്പത്ത് വെച്ചിട്ട് കുളിക്കാൻ പോയേ. എൻ്റെ കടല കുക്കറിലിവിടെ അടുപ്പത്ത് വെച്ചേക്കുക. എന്നിട്ട് കുളിക്കാൻ പോയി. കുളിച്ചിട്ട് അന്നേരത്തന്നെ ആയി, റെഡിയായി. അപ്പോൾ ഇനി അത് കറി വെക്കുന്നത് എങ്ങനെ? കടലയും മത്തങ്ങയൊക്കെ ഇട്ടിട്ട് ആക്കുന്നത്. സാധാരണ ചേന ഇട്ടിട്ടില്ല, ഇത് മത്തങ്ങ ഇട്ടിട്ട് വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം. മത്തങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയാൽ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ വരില്ലേ, അവസാനം വരെ കാണണം കേട്ടോ. അപ്പോൾ ബാ. അങ്ങനെ നമ്മുടെ ചീഞ്ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കാം. നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കണം കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയാലേ ടേസ്റ്റ് കൊണ്ടുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ കടുകിടുക. നമുക്ക് എണ്ണ ചൂടായി കടുകിടാം. ചറവറ എന്ന് കൂട്ടട്ടെ. ആ പൊട്ടുന്ന കൂടെ കുറച്ച് പെരിഞ്ജീരകവും കൂടി ഉണ്ട്. പൊട്ടി ചെയ്തും തന്നെ തീർന്നു. തന്നെ ഉള്ളി ഇടാം. ഉള്ളി ചതച്ചത് സ്പൂണെടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്ക് ചൂടായി രസമായിട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. കടലയൊക്കെ അല്ലേ, ഗ്യാസിൻ്റെയൊക്കെ ഇത് വരാതിരിക്കാൻ വേണ്ടി ഇഞ്ചി ചതച്ചത് ചെറുതായി ചൂടായി വെക്കണം. പച്ചമുളകൊക്കെ മാറട്ടെ. ഇനി നമുക്ക് പത്തലമുളക് ചതച്ചത്, കരിവേപ്പില ഇട്ടട്ടെ. ഇതിൻ്റെ കൂടെ കരിവേപ്പില, നന്നായിട്ട് മൂത്തോട്ടെ കേട്ടോ. മൂത്ത് വെച്ചേ. അങ്ങനെ നന്നായിട്ട് ചൂടായി. ഇപ്പോൾ തീ കുറച്ച് വെക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കളറുള്ള മുളക് പൊടി. എരിവിന് നമ്മൾ മുളക് ചതച്ചിട്ടിട്ടുണ്ട്. നല്ലൊരു നുള്ള് മുളക് പൊടി. നന്നായിട്ട് ഇളക്കാം. മൂത്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് കടല ഇടാം. കടല കൂരിയിടാം നമുക്ക്. വെള്ളം ഉണ്ടാവും, കാരണം ഇങ്ങനെ കോരിയിരുന്നു കേട്ടോ. വെള്ളം ഇല്ലാതെ എടുക്കാൻ വേണ്ടി.
ഇനി നമുക്കിതൊന്ന് ശരിക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് മത്തങ്ങ ഇതിലേക്കിടാം. തീ കൂട്ടി വെക്കാം കേട്ടോ. നല്ലൊരു ഭംഗി വന്നില്ലേ? നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ കറി കേട്ടോ അത്. മത്തങ്ങ ശരിക്കും വെന്തു, കടലയും നന്നായിട്ട് വെന്തു, രണ്ടും കൂടി ഇട്ട് അടിപൊളിയായിട്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ പരിപാടി. ഉപ്പുണ്ടോയെന്ന് നോക്കാം. നമ്മൾ കടല വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടു, മത്തങ്ങ വേവിച്ചപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. പാകത്തിനേ ഉള്ളൂ കേട്ടോ. ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടണേ. കുരുമുളകിൻ്റെ പൊടി അത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സാധനം ചേർക്കേണ്ടത് ഇനിയാണ്. ഇത് തേങ്ങ വറുത്ത് വെച്ചത് കേട്ടോ. നമ്മൾ തേങ്ങ ചേർക്കുന്നത് വറുത്തതാണ് ഇത്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഒരു മുറി തേങ്ങ കേട്ടോ ഞാൻ വറുത്ത്. നേരാണ് നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ തേങ്ങ വറുത്തതിൻ്റെയും മസാലേൻ്റെയും ഒക്കെ ആയിട്ട്. മത്തങ്ങയൊക്കെ വെന്തതിന് നല്ല. കൂട്ടുകാർ ഓണത്തിനൊന്ന് വെച്ച് നോക്കട്ടോ. ഇങ്ങനെ ഓണത്തിന് പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ മത്തങ്ങയൊക്കെ മേടിക്കുമല്ലോ, അപ്പോൾ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. കൂട്ടുകറി കൂടാതെ മത്തങ്ങ വെച്ചിട്ട് എന്താ അടിപൊളിയായി കാണിച്ചതാ. അപ്പം നമുക്ക് കഴിച്ച് നോക്കട്ടോ. മത്തങ്ങയും കടലയും കൂടെ കേട്ടോ. ചൂടാവുന്നു, ഊതിയിട്ട് കഴിക്കില്ല, നാക്കുള്ളൂല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂട് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ കൂട്ടുകാർ ഇതേപോലെ വെക്കണം കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മത്തങ്ങയും കടലയും ഇട്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കുക. തേങ്ങ വറുത്തിടുക. നല്ല സൂപ്പർ കറിയാട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഇടണേ. കണ്ടുപോകാതെ ഓരോ ലൈക്കൊക്കെ തരണം കേട്ടോ. അപ്പം ഇതേപോലെ റെഡിയാക്കുക. മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം. ബായ്.